ഇവനെ ഒറ്റയ്ക്ക് ഇരുന്ന് മൂന്നുപേരും കൂടെ ആയിട്ട് അടിച്ചിട്ട് എന്നെ പിച്ചാത്തി യന്ത്രം കൊണ്ട് കയ്യിൽ വെച്ചിട്ട് എന്നെ ഇപ്പൊ കുത്തിക്കൊല്ലും എന്നൊക്കെ കിടന്ന് പറഞ്ഞു. അവനെ ഒരുപാട് അടിച്ചായിരുന്നു. പറഞ്ഞു തീർന്നുമ്പോ ആരും പറഞ്ഞ് എത്തി നോക്കുന്നുമ്പ് ഇവന്മാരും അങ്ങോട്ട് ഇത് വെട്ടിച്ചാത്തി കൊണ്ട് അങ്ങോട്ട് തുടങ്ങി അടി. നമ്മൾ കിടന്ന് നിലവിളിക്കാനല്ലേ പറ്റുള്ളൂ. എന്റെ രണ്ട് മക്കളും ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ അവന്മാരെ വെട്ടിക്കൊന്നു. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പുഞ്ചക്കരി ഷാപ്പിന് സമീപത്തായിട്ടുള്ള ഒരു വീട്ടിലാണ്. നമ്മളിപ്പോ പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു വീട്ടിൽ അടച്ചുറപ്പുള്ള വീടാണെങ്കിൽ അവിടെ ധൈര്യത്തോടെ കിടന്നുറങ്ങാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ പോക്കൊക്കെ കാണുമ്പോൾ അതിനും ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന വീടിന്റെ ഒരു ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് കഴിഞ്ഞ ദിവസം രാത്രി 2 സ്ത്രീകൾ മാത്രം താമസിച്ച വീടിലേക്ക് ചില അജ്ഞാതർ ഇടിച്ചു കയറുകയും ആ വീട് തല്ലി തകർത്ത് ആകെ തരിപ്പടമാക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ജനലാണെങ്കിലും അതുപോലെ തന്നെ കയറി ചെല്ലുന്ന വാതിലാണെങ്കിലും എല്ലാം തന്നെ ഇടിച്ചു പൊളിച്ച് ഈ അകത്തൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ വീട്ടുകാരുമായിട്ട് തന്നെ സംസാരിക്കാം. ചേച്ചി, എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ഈ വന്ന ആളുകളെ അറിയാമായിരുന്നു? അറിയായിരുന്നു. പിന്നെ ഇവിടെ മൂത്ത മോൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇന്നാള് ഇതുപോലെ ഒരു മാസം ആവും. ഇവ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരു 10-10:30 ആയപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മൂന്ന് പേരുണ്ടായിരുന്നു. ഇവനെ ഒറ്റയ്ക്ക് ഇരുന്ന് മൂന്നുപേരും കൂടെ ആയിട്ട് അടിച്ചിട്ട് എന്നെ പിച്ചാത്തി യന്ത്രം കൊണ്ട് കയ്യിൽ വെച്ചിട്ട് എന്നെ ഇപ്പൊ കുത്തിക്കൊല്ലും എന്നൊക്കെ കിടന്ന് പറഞ്ഞു. അവനെ ഒരുപാട് അടിച്ചായിരുന്നു. പിന്നെ കയ്യിലും കാലിലും ഒക്കെ ഇട്ട് അടിച്ച് ഇവനെ അടിക്കാനും പറ്റില്ല. അങ്ങനെ പിന്നെ ഇവനെ കൊണ്ട് ആശുപത്രിയിലൊക്കെ പോയി. പിന്നെ ഇവിടെ കയ്യിൽ പൊട്ടല് എന്തരം കൊണ്ട് അതൊക്കെ വെച്ചൊക്കെ കെട്ടിയിരിക്കുന്നു. അങ്ങനെ കൈ പോലും ഇളക്കിയിട്ടില്ല. പിന്നെ അതിന്റെ എന്തോ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവരെ ഇതില്. അപ്പൊ ഇന്നലെ രാത്രിയാണ് ഇത്. അപ്പോഴും ഇന്നലെ എന്റെ രണ്ട് മക്കളും ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലാത്ത സമയത്താണ് ഞാനും എന്റെ ഭർത്താവും എന്റെ അമ്മാവിയും കൂടെ ആയിട്ട് ഇവിടെ നമ്മൾ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഇവര് 1:15 മണി എന്തരായി ഇവിടെ വന്നപ്പോഴും. ഇവിടെ വന്ന് കഥകൾ തട്ടിയപ്പോ ഞാൻ ഇവിടെ നിന്ന് കഥ തുറക്കാതെ ജനല്. അപ്പൊ അമ്മ അവിടുത്തെ ഫ്രണ്ടിലെ ലൈറ്റ് ഇട്ടായിരുന്നു. ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ ഒരു ചെറുക്ക നമുക്കറിയത്തൊക്കെ. അങ്ങനെ ഇവിടെ വന്ന് നോക്കി 2 പേരാണ് ഇവിടെ വന്നത്. പിന്നെ ബാക്കിയുള്ളവർക്ക് അങ്ങ് ഇവിടെ നിന്നെന്ന് തോന്നുന്നു. അപ്പം വണ്ടിയിലൊക്കെയാണ് വന്നത്. അപ്പൊ അവര് ഇത്രയും അടിച്ചിട്ട് അമ്മര് വണ്ടിയിലോട്ടുകൊണ്ട് പോയിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കവര് തള്ളി തുറന്ന് നമ്മൾ തുറന്നില്ലായിരുന്നു. നമ്മൾ അത് മുമ്പ് ഇവിടെ രണ്ടിടത്തും വന്നിട്ട് അടിയും ഇത് വെട്ടിച്ചാത്തി കൊണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ ഇവിടെ തള്ളിയൊക്കെ തുറന്ന് ഇനി അകത്ത് കയറി. ഇവിടെ എന്റെ ഭർത്താവ് ഇടുന്നതായിട്ട് ഇവിടെ ഇങ്ങനെ തള്ളി തുറന്നു. അപ്പൊ അണ്ണ പെട്ടെന്ന് എന്നെ കുറ്റിയിട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ അപ്പൊ പേടിച്ച് ഞാൻ അപ്പൊ ഇവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ബാത്റൂമിനകത്ത് കയറി ഓടിയപ്പോ അവിടെ വന്നിട്ട് അവിടെ വന്ന് കുറെ ഇവിടെ അതൊക്കെ വെട്ടിച്ചാത്തി കൊണ്ട് എന്നെ കിട്ടാത്തനെ കൊണ്ട് അവന്മാര് നിന്റെ മോനെ നിന്റെ മക്കളെ 2 എണ്ണത്തിനെ ഞങ്ങൾ ഇപ്പൊ കൊല്ലും, പിന്നെ നീ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് അകത്ത് ചെന്ന് അവർ മക്കൾ കിടക്കുന്ന അവിടെ തുണികളും അവന്റെ ഡ്രസ്സുകളും 2 മക്കളുടെ ഡ്രസ്സുകളും മെത്ത പിന്നെ ഫാന് എല്ലാം കൂടെ ആയിട്ട് പിന്നെ തീ കത്തിച്ച് അമ്മരെന്തോ തീ കത്തിച്ചിട്ട് ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ ബാക്കിൽ ബാത്റൂമിൽ അവിടെ അടിച്ച് പൊട്ടിച്ച് അവിടെ ബാക്കിൽ ഇതേപോലത്തെ ബാക്കിലുണ്ട്. അവിടെയും ബാത്റൂമോ വെട്ടിച്ചാത്തിയിട്ടൊക്കെ ഇതേപോലെ ആക്കി വെച്ചേക്കുന്നു. മീറ്റർ ബോർഡ് അവിടെ അടിച്ച് തരിപ്പണാക്കി ഇട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ കറണ്ടും ഇല്ല, ഫാൻ ഇടാനും പറ്റില്ല, ഒന്നിനും പറ്റുന്നില്ല. അങ്ങനെ എന്തോ ഇത് മൂത്ത മോന്റെ എന്തോ പ്രശ്നത്തിലാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അവർ 2 പേരും ഇപ്പൊ ഇവിടെ ഇല്ല. അങ്ങനെയൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ സുഹൃത്തുക്കൾ തമ്മിൽ അത് തന്നെ. അതാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഇന്നലെ രാത്രി പോലീസിന് പരാതിയൊക്കെ കൊടുത്ത്. ഇന്നലെ നേമം പോലീസായിരുന്നു വന്നത്. 12:30 മണി എന്തോ ആയി. അല്ല 12 2 മണിയാവും പോലീസൊക്കെ വന്നപ്പോൾ. അപ്പൊ ഇന്നലെ വന്ന് വീഡിയോയിലൊക്കെ വന്ന് ഇവിടെ വന്ന് നോക്കി എടുത്തിട്ടൊക്കെ പോയി. രാവിലെ സ്റ്റേഷനിൽ ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പരാതി. അപ്പൊ ഇവിടെ വീഡിയോക്കാർ 2 പേര് വന്നായിരുന്നു. അപ്പൊ ഇവർ താമസിച്ചാണ് ഇപ്പൊ സ്റ്റേഷനിൽ പോയിരിക്കുന്നത്. ഇപ്പൊ വരാറായെന്ന് തോന്നുന്നു. അങ്ങനെ എന്റെ അമ്മാവി എന്റെ ഭർത്താവും കൂടെ ഭർത്താവിന്റെ അമ്മ അത് അമ്മ പൊട്ടി. പിന്നെ അതാണ്ട് വലിയ മീൻ ഇതുകൊണ്ട് ചത്ത് കിടക്കും. 2 മീനും അത് അടിച്ച് പൊട്ടിച്ചായിരുന്നു. അതും അടിച്ച് പൊട്ടിച്ച് ഇത് TV പിന്നെ കസേര ഒന്നുമില്ല. ഇന്നാളായിട്ട് വാങ്ങിച്ചുള്ളൂ. ഇതെല്ലാം ഇന്നാൾ വാങ്ങിച്ചു. ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് 3 മേശ അടിച്ച് പൊട്ടിച്ച് എല്ലാം അടിച്ച് പൊട്ടിച്ച് തരിപ്പണാക്കി.
പിന്നെ അതാ അകത്തൊക്കെ ആണെങ്കിൽ റൂമിൽ അവിടെ അത്രയും കുപ്പിച്ചില്ലും അത് എല്ലാം മുറിയിലും ചെരുപ്പിടാതെ. പിന്നെ ഇന്നലെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഞാനും എന്റെ അമ്മാവി പെട്ടെന്ന് വെള്ളം കോരി തീ അങ്ങ് ക്ലാവി കത്തുന്നു. ഇത് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് അത്രയും അതിന്റെ അടിയിലൊക്കെ വെള്ളമായിരുന്നു. വെള്ളം ഒഴിച്ച് പിന്നെ കുറെ കഴിയുമ്പോൾ അവന്മാർ പോണുണ്ട്. എന്നിട്ട് എന്റെ മക്കളെ ഞാൻ എടുത്തോളാടിന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്നലെ ഞാൻ പേടിച്ചാണ് ഇന്നലെ ഇതിന്റെ അകത്ത് കയറുന്നത്. ഞാൻ എന്നെ കിട്ടാതെ എന്നെ വെട്ടുമെന്ന് പറഞ്ഞാണ് അവന്മാർ ഇന്നലെ ചെയ്തത്. അപ്പൊ ഇത് വെട്ടിച്ചാത്തി ഇതോ കിടക്കും. അവന്മാർ കൊണ്ടുവന്ന് വെട്ടിച്ചാത്തി ഒരു തടിയും പിന്നെ ആ കമ്പി എന്തോ കൊണ്ടുപോയി അതൊക്കെ ഉണ്ട്. പിന്നെ പഴയ ഒരു വെട്ടിച്ചാത്തിയാണെന്ന് തോന്നുന്നു. അവന്മാർക്ക് എടുക്കാൻ മറന്നു. അതിന്റെ ഇവിടെ കിടക്കുന്നു ഒരു വെട്ടിച്ചാത്തി പഴയത്. ഇത് ഇത് തീ വന്ന് ഞാനും എന്റെ അമ്മ ഇതാ ബാത്റൂമിൽ പെട്ടെന്ന് വലിയ ബക്കറ്റിൽ ഞങ്ങൾ ഇതുകൊണ്ട് കണ്ടോ എല്ലാം കത്തി. 2 ലൈറ്റൊക്കെ കത്തി എല്ലാം പോയി. പിന്നെ വെളിയിൽ ബാത്റൂമിൽ തോണ്ട വെളിയിലെ ബാത്റൂമിലെ ലൈറ്റിന് ഇത് ജനലുകളും എല്ലാം അടിച്ചു പൊട്ടിച്ചു. പിന്നെ അടുക്കളയിൽ മാത്രം അവിടെ മാത്രം വന്നില്ല. പറഞ്ഞു തീരുന്നു മുമ്പ് ആരെന്നും പറഞ്ഞ് ഏറ്റവും നോക്കുന്നുമ്പ് യുവമാരും അങ്ങോട്ട് ഇത് വെട്ടിച്ചാത്തി കൊണ്ട് അങ്ങോട്ട് തുടങ്ങി ആടി. പിന്നെ നമ്മൾ കിടന്ന് നിലവിളിക്കാനല്ലേ പറ്റുള്ളൂ. എന്റെ 2 മക്കളും ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ അമ്മമാരെ വെട്ടിക്കൊന്നല്ലേ. ഇതിനും പറഞ്ഞിട്ട് പോകണം അമ്മരഞ്ഞ് ഇന്ന് രാവിലെ പുഞ്ചക്കരി ഷാപ്പിന്റെ അവിടെ ഇവിടെ നിന്നു 3 പേര് ഇവന്മാരെ അടിക്കാൻ വേണ്ടി, എന്റെ മക്കളെ അടിക്കാൻ വേണ്ടി. എന്നാ ആളുകൾ പറയുന്നു അമ്മമാരെ അടിക്കാനാണ് വന്നതെന്ന്. ഇത്രയും നടത്തിയിട്ട് അമ്മമാർക്ക് തികഞ്ഞില്ല. അമ്മമാരിഞ്ഞ എന്റെ മക്കളെ കൊല്ലുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവുന്നത് എന്ത് ധൈര്യത്തിലാണ് ഇനി ഇവിടെ താമസിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം പറഞ്ഞു കേട്ടെടുത്തോളം സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു വാക്ക് തർക്കമാണ്. അതിന്റെ പേരിലാണ് ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. ഈ ഒരു ബാത്റൂമിന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ അമ്മ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ദിവസം ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മ ഇതിന്റെ അകത്തേക്ക് ഓടിക്കയറിയതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് അമ്മ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ വെട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രായമായ ഒരു സ്ത്രീക്ക് താങ്ങാവുന്നതിന്റെ അപ്പുറത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിൽ ഇതുപോലുള്ള പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഓരോ ദിവസവും കൂടി വരുന്നു എന്നുള്ളതാണ്. നിയമവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തീർക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പൊ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു വീടും ഇവിടുത്തെ ഒരു പരിസരവും ഒക്കെ മനസ്സിലാകും. എന്തായാലും ഈ അമ്മയെ സംബന്ധിച്ച് 2 മക്കളുടെ ജീവൻ കഴിഞ്ഞ ദിവസം അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു വീട് പടുതുയർത്തുക എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം. അപ്പൊ ഇങ്ങനൊരു വീട് ഏകദേശം ഒന്ന് സെറ്റാക്കി എടുക്കുന്ന സമയത്ത് അത് വന്ന് തല്ലി തകർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരെ തീർച്ചയായിട്ടും നമ്മള് അവർക്കൊരു അവസാനം വരുത്തണം എന്നുള്ളതാണ്. അവർക്ക് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം കിട്ടരുത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇതിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അമ്മ പറയുന്നത് പ്രകാരം മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസൊക്കെ ഇവിടെ എത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ വന്നിട്ടുള്ള പ്രതികൾ അവരെത്തരക്കാരാണ്, എന്താണ് അവർക്ക് ഇതിനുള്ള പ്രചോദനമായി മാറിയത്, ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുള്ള ഉറപ്പ് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി പോലീസ് അന്വേഷിക്കേണ്ടുന്നത്. ഈ ഒരു വീടിന്റെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കറിയാം, ഭക്ഷണം കഴിക്കുന്ന ടീപ്പോയി അടക്കം അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ആ ഒരു മത്സ്യ കൂടിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോ മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി ഒരു മത്സ്യമാണെങ്കിലും അതിൻ്റെതും ഒരു ജീവൻ തന്നെയാണ്. അത് ഈ ആളുകളുടെ അക്രമികളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഒരുപാട് വേദന ഉണ്ടെന്ന് അറിയാം അമ്മ. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. എന്തായാലും പോലീസിൽ വിശ്വാസമില്ലേ? പോലീസ് നടപടി എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോലീസിലെ വിശ്വാസമുണ്ട്. പോലീസ് ഇതിന് കൃത്യമായിട്ട് ഒരു നടപടി എടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഈ അമ്മ. എന്തായാലും പ്രേക്ഷകർ ഈ ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു തടയിടുക എന്നുള്ളത് കൂടെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.